നീണ്ട മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. മണി 1:35 കഴിഞ്ഞു. ഇനി ഒരു 3 മണിക്കൂർ കൂടിയാണ് പരസ്യപ്പെടുത്തുന്നത്. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ കലാശക്കൊട്ട് ഒഴിവാക്കി ഇത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ കലാശക്കൊട്ട് വരാൻ പോകുന്നത് ഈ 19-ാം തീയതിയാണ്. ഇത് വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ട് ആ കലാശക്കൊട്ട് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ പിണറായിസത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാന താണി നിലമ്പൂരിൽ വളരെ വൃത്തിയായി അടിക്കും. അതാണ് ഞങ്ങളുടെ കലാശക്കൊട്ട്. ഞങ്ങളുടെ പ്രവർത്തകർ മുഴുവൻ ഫീൽഡിലാണ്. പരിമിതമായ പ്രവർത്തകരാണ് ഞങ്ങൾക്കുള്ളത്. അവരെ ഇന്ന് ഈ നായാട്ടിന് വിടണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. 2, ഈ മഴയുമായി ബന്ധപ്പെട്ട് വലിയ ട്രാഫിക് ജാമുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ഏകദേശം 7 മണിക്കൂർ, 3:30 മണിക്ക് തുടങ്ങി രാത്രി നമ്മൾ 10 മണിയോട് കൂടിയാണ് 9:50-നാണ് അവസാനിപ്പിക്കുന്നത്. 6.5 മണിക്കൂറോളം CNG റോഡ് ബ്ലോക്കായിരുന്നു. അതിൽ തന്നെ എനിക്ക് അങ്ങേറ്റത്തെ വിഷമമുണ്ട്. ഇനിയും വീണ്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന ഒരു താല്പര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇതാണ് 1ഉം 2ഉമായിട്ട് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉപതെരഞ്ഞെടുപ്പ് 9 വർഷത്തിന് ശേഷം ഈ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റിന്റെ 9ാം വാർഷികം ആഘോഷിക്കപ്പെട്ടു. 4 എന്ന് പറയുന്നുണ്ട്, എന്തായാലും 9 വർഷമല്ലോ. 2ാം പിണറായി ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് CPMയുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളതാണ്. പലരും പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, എളമരം കരീം സഖാവ് പറഞ്ഞിട്ടുണ്ട്, TP രാമകൃഷ്ണൻ സഖാവ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും ഇതൊരു പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും എന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനുള്ളത്. അതിന് അദ്ദേഹം ഉത്തരം പറയണം. ഞാൻ ജൂദാസാണ്, അത് പോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാകാൻ പോകുന്നു. അവരുടെ എല്ലാ മെഷീനറിയും 99 98 MLAമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിസംഘവും അവരുടെ മറ്റു തൊഴിലാളി പ്രസ്ഥാന നേതാക്കളും അവരുടെ കോർപ്പറേഷൻ മേയർമാരും അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും തുടങ്ങി അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനാണ് നേരിടുന്നത്. പണം അവർക്കൊരു പ്രശ്നമല്ല. പണം പല വഴിക്കും വന്ന് ഈ മണ്ഡലത്തിൽ ഒഴുകുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പണം വീടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി അവർ നിർലോഭം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം, LDFന്റെ എതിർത്ത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത്, LDFനോടൊപ്പം നിൽക്കുന്നവർക്കും CPMനോടൊപ്പം നിൽക്കുന്നവർക്കും പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സഖാക്കൾക്ക് ഒരു റോളും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല. മുഴുവൻ ഇവിടെ ഈവന്റ് മാനേജ്മെന്റിന്റെ മരുമോനിസത്തിന്റെ ഒരു സംഘം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തിപ്പോകുന്നത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഗതികേടിൽ അവരെത്തി നിൽക്കുന്നു. കിറ്റുകൾ കൊടുക്കുന്നുണ്ട് 2 വിഭാഗവും. അപ്പൊ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിവരമുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രവർത്തകരോടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കളോടും ഒക്കെ പറഞ്ഞത്, കിട്ടുന്നത് മുഴുവൻ വാങ്ങണം, ഒന്നും നോ എന്ന് പറയരുത്. കാരണം ഇതൊന്നും അവരുടെ തറവാട് വിറ്റിട്ട് കൊണ്ടുതരുന്നതല്ല. കേരളത്തിലെ ജനങ്ങളെ പല രീതിയിൽ കൊള്ളയടിച്ച് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള പണമാണ് ഇവിടെ നൽകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സഖാവ് ഗോവിന്ദൻ മാഷോടുള്ള ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ? കാരണം പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്, പിണറായിയോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യത്തോടുള്ള വിരോധമാണ്. കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം,
ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞ ഒരാഴ്ചയായി പല ഘട്ടങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ PV അൻവറിനെ അറ്റാക്ക് ചെയ്യാനല്ലാതെ ഈ അനിമൽ അറ്റാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഈ നിമിഷം വരെ പിണറായിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ജില്ല നേരിടുന്ന വിഷയങ്ങൾക്ക് അവർ ചർച്ചയാക്കിയിട്ടില്ല. ഇത് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടർമാര് വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അടിവരയിട്ടുകൊണ്ട് അവര് അതിനെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി മാറണ്ടേ? ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാനുള്ള തന്റെ ഇടം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കുമുണ്ടോ എന്നതാണ് എൻ്റെ പ്രധാന ചോദ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പൊ വലിയ ചർച്ച നടക്കുന്നു. അതായത് ഞാനൊരു ഷൗക്കത്ത് വിരോധിയാണ്, അതുകൊണ്ടാണ് ഈ എതിർക്കപ്പെടുന്നത് എന്ന ചർച്ച ഇപ്പോഴും ഇവിടെ ലൈവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം UDF-ലെ ഒരു ചെറിയ വിഭാഗം ലീഡർഷിപ്പുകളെ എന്താ പറയാ, ഇവിടെ ഫാഷൻ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഫാഷൻ പരേഡ് ആരാണ് നടത്തുന്നതെന്നത് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ വിഭാഗം ഒഴികെ മറ്റാരും ആ ഒരു വാദഗതി ഉയർത്തുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നലെ ഇവിടെ KPCC-യുടെ മറ്റൊരു സെക്രട്ടറി ഉണ്ട്, VA കരീം. ഷൗക്കത്തിനേക്കാളും എത്രയോ സീനിയറാണ് അദ്ദേഹം. നിരവധി തവണ ഇപ്പോഴും മുനിസിപ്പൽ കൗൺസിലിൽ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്. അദ്ദേഹം 2005 മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, 2015 ജയിച്ചിട്ടുണ്ട്, 2020 ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ടത് 2010 മുനിസിപ്പൽ ഇലക്ഷനിലാണ്. അദ്ദേഹം ഇവിടെ ചന്തക്കുന്നുകാരനാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തി കൂടിയായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് വോട്ട് എന്താ പറയാ മറിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് 2010 മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും ഈ പറയുന്ന VA കരീമും ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നു. സ്വാഭാവികമായും സീനിയോറിറ്റിയിൽ VA കരീം അന്നും KPCC സെക്രട്ടറി അദ്ദേഹം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ DCC വൈസ് പ്രസിഡന്റാണ്. എന്തായിരുന്നാലും അന്നത്തെ സീനിയോറിറ്റി പ്രകാരം ഈ പറയുന്ന VA കരീമായിരിക്കും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആകുക. ഈ 20 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് VA കരീം പരാജയപ്പെട്ടു. എവിടെ പരാജയപ്പെട്ട അറിയോ നിങ്ങൾ? 300 തൊട്ട് 400 വോട്ട് കിട്ടുന്ന നിലമ്പൂർ അങ്ങാടിയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിൽക്കുന്ന വാർഡിൽ വോട്ട് വാരി തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് മുനിസിപ്പൽ ചെയർമാൻ ആകുന്നത്. ഞാൻ ഈ കാര്യം എനിക്ക് ഓർമ്മയല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു വിളിച്ചിട്ട് നമുക്ക് പിന്തുണ അറിയിക്കുകയാണ്. ഞങ്ങളെ കാക്കാന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചത് ഷൗക്കത്താണ്, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഇന്ന വോട്ടർമാരെ, ആളുകളെ, ഞങ്ങളെ കുടുംബത്തിലെ നിങ്ങൾ ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ തരാണ്. അപ്പം കാലുവാരൽ ആരംഭിച്ചതിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് ഈ പറയുന്ന ഷൗക്കത്ത് VA കരീമിന്റെ കുടുംബങ്ങൾ ആര്യാടന്റെ വീട്ടിൽ പോയി വലിയ വിഷയങ്ങളുണ്ടായി, അന്ന് വാർത്തകൾ വന്നതാണ്. അപ്പൊ ആ കുടുംബം അവർ ചെറിയ കുടുംബമല്ല. VA കരീമിനെ അങ്ങനെ തള്ളിക്കളയാവുന്നതല്ല. ഈ മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ആ കുടുംബത്തിന്റെ വോട്ടില്ല പരിപൂർണമായിട്ടും. രണ്ടാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന നിങ്ങൾക്കറിയാം. ഇന്നലെ സ്വരാജ് വീട്ടിൽ പോയി, അവിടെ വീട്ടിൽ പോയിട്ട് പ്രകാശിന്റെ കുടുംബത്തെ കണ്ടുവന്നു. ആ കാര്യങ്ങൾ നിങ്ങൾ ആരെ ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ പരമാവധി ആളുകളെ കാണാൻ തിരക്കാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ആ വാചകത്തിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന VV പ്രകാശും കുടുംബവും മനുഷ്യർ പോലും അല്ല. ഇവിടെ KPCC-യുടെ AICC-യുടെ നേതാക്കന്മാർ മുഴുവൻ പോയി ആ കുടുംബത്തോട് കണ്ടു.
അദ്ദേഹത്തിന്റെ സ്മരണകൾ ഈ നാട്ടിലുണ്ട്, ഒരു തർക്കമില്ല. എന്റെ കൂടെ പഠിച്ച, എന്റെ 1 ഇയർ സീനിയറായി പഠിച്ച KSUവിൽ ഒരുമിച്ച് പോരാടിയ വ്യക്തി കൂടിയാണ്. എനിക്ക് ആത്മബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ ഇത്രയും പ്രചരണം ഇവിടെ നടക്കുമ്പോൾ ഒരു പോസ്റ്ററിൽ പോലും ഈ പറയുന്ന VV പ്രകാശിന്റെ ഒരു ചെറിയ ഒരു ഷെയ്ഡി ഫോട്ടോ പോലും കൊടുക്കാൻ ഇത് എന്റെ പരാതിയല്ല കേട്ടോ. ഇതൊക്കെ മറുഭാഗത്ത് നിൽക്കുന്ന, പ്രകാശിനെ സ്നേഹിക്കുന്ന, ഇപ്പോഴും ജീവിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ നിൽക്കുന്ന മറ്റൊരു വിഷയം, ഈ ഒരു മനുഷ്യൻ മരിച്ചു കഴിയണം അല്ലെ? ഈ പ്രകാശം നമ്മളോടൊപ്പം ഇല്ല. ഏതൊരു എന്താ പറയാ അഹങ്കാരിക്കും ധിക്കാരിക്കും ഒരു മരണശേഷം ഒരു വ്യക്തി മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മനംമാറ്റം, ആ മനംമാറ്റം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ വോട്ട് പരിപൂർണമായും അദ്ദേഹത്തിന് തള്ളപ്പെടുകയാണ്. രണ്ടാമത്തെ കേസ്, ഒരു കുടിയേറ്റ കർഷകനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കുടിയേറ്റ കർഷകരുടെ ആവശ്യം പാടെ തിരസ്കരിച്ചു. തിരസ്കരിച്ചതിന് പിന്നിൽ വേറെ സ്റ്റോറി ഉണ്ട്. മലപ്പുറം ജില്ലയിൽ 4 സീറ്റാണ് UDF കോൺഗ്രസിന് കൊടുക്കുന്നത്, 16 സീറ്റിൽ. ആ 4 സീറ്റിൽ ആകെ ഒരൊറ്റ MLA ഉള്ളത്. ആ MLA ആരാ നിങ്ങൾക്ക് അറിയാലോ? വണ്ടൂരിൽ നിന്നുള്ള AP അനിൽകുമാറാണ്. AP അനിൽകുമാറിനെ സംബന്ധിച്ച് ഇവിടെ മറ്റൊരു MLA വരുന്നതിൽ ഒരു താല്പര്യമില്ല, നമ്പർ 1. നമ്പർ 2, AP അനിൽകുമാറിനെ എനിക്ക് സീറ്റ് നൽകിയിൽ കിട്ടിയില്ലെങ്കിൽ വണ്ടൂരിൽ നിന്നെ ഞാൻ തോൽപ്പിക്കും എന്ന തിട്ടൂരം ഷൗക്കത്തിന്റെ വകയുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടുത്തെ ഞാൻ ഈ പറയാത്ത പൊളിറ്റിക്സ് ആണ് ഈ പറയുന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ അനിൽകുമാറിന്റെ കൂടി പ്രേരണയിലാണ് ഇവിടെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഈ മണ്ഡലത്തിൽ ഇനിയൊരു ജില്ലയിൽ ഒരു MLA ഉണ്ടാകാതിരിക്കാനുള്ള ആവശ്യക്കാരനായ AP അനിൽകുമാറിന്റെ വലിയൊരു വിഭാഗം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെതിരെ വോട്ട് പിടിക്കുന്നുണ്ട്. അവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ തുറന്നു പറയാം. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, നമുക്കറിയാലോ, തങ്ങളുടെ വിഷയത്തിൽ ശിഹാബ് തങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ റീലായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇവിടെ ജോയ് DCC പ്രസിഡന്റ് ആയതിനു ശേഷം UDF സംവിധാനത്തിൽ ഒരു കുഴപ്പമില്ലാതെ മലപ്പുറം ജില്ല പോകുന്നത്. ആര്യാടന്റെ കാലഘട്ടം എന്ന് പറയുന്നത് സംഘർഷഭരിതമായിരുന്നു ലീഗും കോൺഗ്രസും തമ്മിൽ. ഒരു സമാധാനമുണ്ടായി, ഒരു ഐക്യത്തിലേക്ക് UDF എത്തി. ഈ ജില്ലയിൽ നല്ല രീതിയിൽ UDFന്റെ പ്രവർത്തനം നടക്കുക. അതിലേക്ക് ഷൗക്കത്ത് ഇനി ഒരു MLA കൂടിയായി വരുമ്പം ഇതുവരെ അണഞ്ഞു പോയ തീയിൽ പെട്രോൾ ഒഴിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന ചർച്ച, അത് PV അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ലീഗ് പ്രവർത്തകരുടെ സ്റ്റേറ്റ്മെന്റാണ്. ഇപ്പൊ ജോയ് ഇഷ്യൂവിൽ തന്നെ സ്വാഭാവികമായും UDFൽ ഒരു തീരുമാനമുണ്ട് എന്നാണ് ഞാൻ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞത്. ആ തീരുമാനം എന്തായിരുന്നു? ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ലീഗ് നിശ്ചയിക്കും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കും, ജോസഫ് സാറിന്റെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ജോസഫ് തീരുമാനിക്കും. അതിൽ പരസ്പരം ഇടപെടാനോ പറ്റില്ല എന്ന് പറയാനോ ഉള്ള, മുമ്പൊക്കെ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു, പാടില്ല എന്ന തീരുമാനമാണ്. അപ്പൊ ജോയിയുടെ വിഷയം വന്ന സമയത്ത് ഞാൻ ഈ കാര്യം UDF നേതൃത്വത്തിലെ ഘടകകക്ഷികളിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊറ്റ വാക്കി പറഞ്ഞുള്ളൂ, ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ പറയാം, അല്ലാതെ ഞങ്ങൾക്ക് കയറി പറയാൻ പറ്റില്ല, അത് ഞങ്ങളൊരു പൊതു തീരുമാനമാണ്. അങ്ങനെ ആ തരത്തിലൊരു അഭിപ്രായ സ്വരൂപണം നടത്തിയപ്പോൾ ലീഗിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും അവിടെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ ചരിത്രത്തിലാദ്യമായിട്ട് പാണക്കാട് തങ്ങൾ സാദിഖ് അലി തങ്ങളുടെ അവസാനമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അത് നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ ജയിപ്പിക്കും, ഞാൻ ഇപ്പൊ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ഞാൻ പിണറായി അഹങ്കാരം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് പൈസയിലാണ് അദ്ദേഹം കാണിക്കുന്നത്. ഈ പറയുന്ന ഈ അഹങ്കാരം, ഒരാളില്ലെങ്കിലും ഞാൻ ഇതിനെ ജയിപ്പിക്കുന്നു. അപ്പൊ പുതിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ടീം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട തലമുതിർന്ന മുഴുവൻ നേതാക്കളെയും സൈഡ് ലൈൻ ചെയ്തു. ഒരു വാക്ക് പോലും ഉച്ചരിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസ്ഥ കളഞ്ഞു.
പിന്നെ അതിനെ കൺട്രോൾ ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഉണ്ടോ? വസ്തുത അതല്ലേ. മലയോര കുടിയേറ്റ കർഷകരായിരുന്നു കോൺഗ്രസിന്റെ മറ്റൊരു നട്ടല്. അത് പൂർണ്ണമായും സൈഡ് ലൈൻ ചെയ്തില്ലേ. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഈ നാട്ടിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് നേതൃത്വം നൽകിയ ഹരിത MLA-മാരുടെ ലീഡറായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ്. മലയോരത്ത് അദ്ദേഹത്തിന്റെ പേരുച്ചരിക്കാൻ വയ്യ, ഞാൻ അനുഭവിച്ചതാ. ആ കർഷകരാണ് ഇവിടെ ഈ വിഷയം നേരിടുന്നത്. ആ കർഷകരുടെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ പ്രതിപക്ഷ നേതാവിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. പിന്നെ ഈ അഹങ്കാരം വെച്ച് നടക്കുകയാണ്. പിന്നെ എവിടുന്നാ വോട്ട്? ആരാണ് വോട്ട് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ്. ഇനിയിപ്പോ നമുക്ക് സ്വരാജിന്റെ കാര്യം എടുക്കാം. സ്വരാജ് CPM തോറ്റമ്പി കിടക്കാണ്. CPM എന്ന് പറയാൻ പറ്റില്ല. ഈ പിണറായിസത്തെ തോൽപ്പിക്കുന്നതിന്റെ മുൻപന്തിയിൽ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആകുമെന്ന് ഞാൻ പറഞ്ഞു. 35,000 വോട്ടിന്റെ മുകളിൽ ഒരു വോട്ട് സ്വരാജിന് കിട്ടാൻ പോകുന്നില്ല. ഇന്നലെ ഞാൻ പോത്തുകല്ലിൽ വോട്ട് ചെയ്യിക്കാൻ പോയപ്പോ അവിടുന്ന് കുറച്ച് കർഷകർ വോട്ട് ചെയ്യിക്കുമ്പോഴേ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ? അൻവർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കോ, ഇവിടുന്ന് വീട് വിട്ടു പോയനല്ലേ അവൻ, അങ്ങാടി പോയി വീടുണ്ടാക്കിയില്ലേന്ന്. ആരാ പറഞ്ഞു? പച്ച സഖാവാണ്. ഈ മലയോരത്തായിരുന്നു ആരുണ്ടായിരുന്നത്? മലയോരത്ത് താഴ്വരയിൽ പോത്തുകല്ല് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ഗ്രാമത്തില് ആ കാർഷിക മേഖലയിലായിരുന്നു സ്വരാജ് വീട് വെച്ച് താമസിച്ചിരുന്നത്. ആ വീട് വിറ്റ് ഇവിടെ നിലമ്പൂർ ടൗണിൽ വന്ന് വീട് വെച്ചു. ഇവർക്കൊക്കെ എന്ത് കമ്മിറ്റ്മെന്റ്! അവന് അതിന് സൗകര്യമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകണം അൻവർക്ക, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്ന് പറയുന്നത് ആരാ? ഇവിടുത്തെ സഖാക്കളാ. ഇത്രയും വിഷയമുണ്ടായിട്ട് ഈ മലയോര വിഷയത്തിൽ ഒരു വാക്ക് പറയാൻ ചില SNDP-യുടെ പ്രവർത്തകർ വന്നു. അവർ പറഞ്ഞു, അൻവർക്ക നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ശബരിമല ഞങ്ങളുടെ നെഞ്ചിൽ എപ്പോഴും തീയാണ്. ഒരാൾ പിണറായി പോലും ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇവിടെ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ തന്നെയുള്ളൂ. പിന്നെ ഏത് വോട്ടാണ് കിട്ടാൻ പോകുന്നത്? ഇന്നലെ വോട്ട് ചോദിച്ച് നടക്കുമ്പം നമ്മുടെ എന്താ പറയാ, ഈ തൊഴിലുറപ്പ് തൊഴിലാളികള് ആ കൊടും മഴയത്ത് വിറച്ച് പണിയെടുക്കുകയാണ് സ്ത്രീകൾ. 70 വയസ്സുള്ളവരും 75 വയസ്സുള്ളവരും അതിലുണ്ട്. ഒരു 25 വയസ്സ് തുടങ്ങിയിട്ട്. എന്നോ സർക്കാർ പ്രഖ്യാപിച്ച അവർക്ക് റെയിൻകോട്ട് കൊടുക്കും, ഷൂ കൊടുക്കുന്നു മഴക്കാലത്ത്. രാവിലെ പോയി വലിയ പണിയെടുത്ത അടിമകളെ പോലെ ഈ സ്ത്രീകളെ ഈ കൊടും മഴയത്ത്, നേതാക്കന്മാരൊക്കെ വീട്ടിനകത്ത് നല്ല സൗകര്യത്തില് LC സെക്രട്ടറി അടക്കം ജീവിക്കുമ്പോ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പോകുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഒരു റെയിൻകോട്ട് 100 റുപ്യാണ്, ഒരു ഷൂസിനൊരു 10-300 റുപ്യ വരും. അവരുടെ പ്രതികരണമാണ്, ആശാവർക്കന്മാരുടെ പ്രതികരണം ഞാൻ പറയേണ്ടതില്ല. അപ്പൊ ഒരു തൊഴിലാളി വർഗ പാർട്ടി പരിപൂർണമായിട്ടും ഈ പറയുന്ന ലെവലിലേക്ക്, അദാനി അംബാനിമാരുടെ പാർട്ട്ണർഷിപ്പിലേക്ക് ഉയർന്നതിന്റെ പ്രതിഫലനം അത് തന്നെയാണ്. ഇവിടെ സ്വരാജിനെ സംബന്ധിച്ച് ജനങ്ങൾ അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു നിലക്കും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം. പിണറായി ഇപ്പൊ ഒരാഴ്ചയെ നിന്നുള്ളൂ. ഈ പറയുന്ന 2 ആഴ്ചയും ഇവിടെ നിന്നാൽ ഒന്നും കൂടെ നമുക്കൊരു ബെറ്റർ പൊസിഷനിലേക്ക് വരുമായിരുന്നു. ഇതാണ് സ്വരാജ് പ്രത്യക്ഷത്തിലുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അപ്പോ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ ഉള്ളത് SDPI ആണ്. നിങ്ങൾ ഇതുവരെ അതിന്റെ ഒരു എന്താ പറയാ, ഒരു വാർത്ത കൊടുത്തോ എനിക്കറിയില്ല. നാട് നീളെ പ്രസംഗിക്കുന്നവർക്ക് പിണറായിസും ഇല്ല, എന്താ പറയാ, ഈ ഭരണത്തിലെ മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുമില്ല. PV അൻവറിനെ തെറി പറയാ. PV അൻവർ എന്തിനു രാജിവെച്ചു? PV അൻവർ എന്തിനു രാജിവെച്ചു? ഒരാളും ബാക്കിയില്ല. അതേപോലെ BJP അപ്പുറത്ത്. അപ്പം ഒരാളും ഇവിടുത്തെ ഈ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. ജനങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജനവും ജനവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടം എന്ന് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രവർത്തകരെവിടെ, നിങ്ങളുടെ വർക്ക് എവിടെ? ഈ മണ്ഡലത്തിലെ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു, 23-ാം തീയതി പെട്ടി എണ്ണുമ്പോ PV അൻവർ ഈ പറയുന്ന കാര്യങ്ങൾ
നിങ്ങൾ അടിവരയിട്ട് വെച്ചോ, ഈ മണ്ഡലത്തിന്റെ ഓരോ വീട്ടിലും ഒന്നിൽ കുറയാത്ത എന്റെ പ്രവർത്തകരുണ്ട്. അവര് ആ വീടും ആ പരിസരത്ത് അവർ പറക്കുന്നുള്ളൂ, ഒരാൾക്കും കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിൽ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാരതിനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇന്ന് സത്യത്തിൽ ഞങ്ങൾ നടത്താനിരുന്ന എന്താ പറയുക റോഡ് ഷോ കൊട്ടിക്കലാശം മിനിഞ്ഞാന്നത്തെ റോഡ് ഷോയിൽ തന്നെ സ്ത്രീകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ നമ്മൾ സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ക്ലൈമറ്റും കാര്യം കണ്ട് സഹോദരിമാരെ ഈ ബൈക്കിൽ ആങ്ങളായാലും ഭർത്താവായാലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു അപകടാവസ്ഥ ഉണ്ടായാൽ ഇതെല്ലാം കൂടെ സ്ട്രക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നിർബന്ധമായിട്ട് ഈ കൊട്ടിക്കലാശത്തിന് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ആയിരക്കണക്കിന് സ്ത്രീകൾ റെഡിയായി നിൽക്കണം. പക്ഷെ എന്താ അറിയോ, ആ കൊട്ടിക്കലാശത്തിന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കണം. അതൊരു വലിയ ശക്തമായ, ഇവർക്ക് പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ജനക്കൂട്ടമായി മാറും എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കേരളത്തിലെ 957 ശേഷമുള്ള എല്ലാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളും കൂടി പരിശോധിച്ച് നോക്കിയാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും കൊട്ടിക്കലാശം സ്പ്ലിറ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 2 കൊട്ടിക്കലാശം ഉണ്ടാക്കിയാൽ ഞാൻ എവിടെ പോയി നിൽക്കും? സ്ഥാനാർത്ഥി എവിടെ പോയി നിൽക്കും? ഒരു സ്ഥലത്ത് പോയ അപ്പുറത്ത് പരാതി, വിഷമം, ഇപ്പുറത്ത് വന്നാൽ ഇതേ സ്ഥിതി. അപ്പം ഇവിടെ ഈ സ്ത്രീകൾ ഒന്നായിട്ട് ഇതിനിറങ്ങുകയാണ്. കൊട്ടിക്കലാശത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അമ്മമാരും സഹോദരിമാരും പങ്കെടുക്കുന്ന ഒരു കൊട്ടിക്കലാശമായി ഇത് മാറും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തത്. ആ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോടുകൂടി നമ്മളത് അവസാനിപ്പിച്ച് എനിക്കും തോന്നി, എനിക്കിതിൽ മൊത്തമുള്ളത് ദൈവസഹായമാണ്. ആകാശത്തു നിന്നാണ് എനിക്ക് സഹായം വരുന്നത്. അപ്പൊ എനിക്ക് അതൊരു സഹായമായിട്ട് തോന്നി. കാരണം ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ കെട്ടിമറിഞ്ഞതിന് പോകും പ്രവർത്തകർക്ക്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം എത്തുമ്പോഴേക്ക് ക്ഷീണിതരാണ്. മിനിയാത്ത ക്ഷീണം തന്നെ മാറിയ ആളുകൾ ഇന്ന് ഒരു 10 മണിക്ക് ശേഷമാണ് ഫീൽഡിൽ ഇറങ്ങുന്നത്. അപ്പൊ ഇനിയൊരു ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെയും നാളത്തെയും ഫീൽഡ് വർക്ക് വളരെ ബുദ്ധിമുട്ടാകും. കാരണം നമുക്ക് ലിമിറ്റഡ് പ്രവർത്തകർ മാത്രമേ പുറത്തിറങ്ങാനുള്ളത്. അവരും കൂടി സ്ട്രക്കായാൽ ഇവിടെ കൊട്ടിഘോഷം നടക്കുമ്പോഴും അവർക്ക് പ്രവർത്തിക്കാനും MLA-മാരും MP-മാരൊക്കെ ഫീൽഡിൽ എപ്പോഴും ഈ 139 MLA-മാരോടും 130 MP-മാരോടും അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാരോടും നേരിടാനും ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാൻ വേണം, ഇലക്ഷൻ വർക്ക് നടത്തണമെങ്കിൽ ഞാൻ വേണം, ഇത് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അത് വേണം, നോട്ടീസ് അടിക്കണമെങ്കിൽ എന്താ എഴുതുന്നത് നോക്കണം, പോസ്റ്ററിന്റെ ഡിസൈൻ നോക്കണം, IT-യിലുള്ള പ്രൊഫഷണലുകളുമായി സംസാരിക്കണം. ഒരു മനുഷ്യന് ചെയ്യുന്നതിന് പരിധിയില്ലേ? 100 ആളെ പണി ഒരു ദിവസം എടുക്കുന്നുണ്ട്. 2 മണിക്കൂറിലധികം ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി ഇന്നത്തെ ഒരു ദിവസം കൂടി എൻ്റെ പ്രവർത്തകരെ അതിലേക്ക് കൊണ്ടുപോയിട്ട് ആ നായാട്ടിന്റെ ഭാഗമായി ഉള്ള ശേഷിയും കൂടി അവരുടെ ഉറക്കും ആരോഗ്യവും സമ്പത്തും ഇതിന് ചെലവഴിക്കേണ്ട എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തോടുകൂടി. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നടത്തുമായിരുന്നു. കാരണം അത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അമ്മമാരും സഹോദരിമാരും പങ്കെടുക്കുന്ന ഏറ്റവും വലിയൊരു ജനക്കൂട്ടം, കേരളത്തിലെ ചരിത്രത്തിൽ കാണാത്തൊരു ജനക്കൂട്ടത്തെ നിലമ്പൂരിൽ ഞങ്ങൾ അണിനിരത്തുമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം വല്ലതും ഉണ്ടെങ്കിൽ. കലാശക്കൊട്ട് നമ്മൾ പ്രവർത്തകരൊക്കെ ഫീൽഡിലാണ്. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളൂ. നമ്മളെ 3-4 അസിസ്റ്റൻസ്, വേറെ ആരെയും കാണുന്നുണ്ടോ? നമ്മൾ വീട് കയറി വോട്ട് വെച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ കുറെ പുറകിലാണല്ലോ ആ വീട് കയറല്. ആ എന്താ പറയാ, അത് ഇന്നും നാളെയായിട്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ഹൃദയത്തിൽ കാരുണ്യം അവശേഷിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഈ മലയോര വിഷയത്തിൽ ജനങ്ങൾ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണെന്നും വരാനിരിക്കുന്ന കേരളം മൃഗങ്ങളുടെ നാടായി മാറുമെന്ന ബോധ്യം അവർക്കുണ്ട്. ഈ പറയുന്ന 2 മുന്നണികളും അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യത്വമുള്ള സകല നേതാക്കളും ഈ വിഷയത്തിൽ ആ വിഷയം ഏറ്റെടുത്ത് അതിന് റിസ്ക് എടുത്ത് നിങ്ങൾ തന്നെയാണ് പോയത്. നിലമ്പൂരിൽ നിങ്ങൾ തന്നെയാണ് ജയിക്കേണ്ടത്. അതിലൊരു ആർക്കും ഒരു രാഷ്ട്രീയമില്ല. നിലമ്പൂരിലെ ജനങ്ങളിലെ 80% ആളുകളും ഈ വിഷയത്തിൽ അവനവന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്.
ഈ വിരുന്ന് വന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മന്ത്രിമാരും, അവരൊക്കെ ഒന്ന് വൈകുന്നേരം 5 മണിക്ക് സ്ഥലം വിടും. ഒരാളെ തെരഞ്ഞാൽ കാണൂല, വിളിച്ചാൽ എടുക്കൂല. ഇപ്പൊ അടുക്കളയിൽ വന്ന് കാലുപിടിച്ച് കരയുന്ന കാണുന്നുണ്ടല്ലോ. അതിന് തന്നെയാണ് പി വി അൻവർ രാജിവെച്ചത്. എന്തിനാ അൻവർ രാജിവെച്ചത്? ഇതിന് തന്നെയാണ്. ഈ മലയോര വിഷയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാതെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുന്നണി 2026 ഇവിടെ ജയിച്ചു കയറുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. കേറില്ല. 1.5 കോടി ജനണ്ട് നേരിട്ട് ഈ വന്യജീവി ആക്രമണത്തിനും അവരുടെ കൃഷിനാശത്തിനും വിധേയമായവര്. അവരെ സംഘടിപ്പിക്കും. 23-ാം തീയതി റിസൾട്ട് വന്നാൽ 24-ാം തീയതി എനിക്ക് ജീവനിൽ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ഞങ്ങൾ പുറപ്പെടും. ഈ ജനങ്ങളെ മുഴുവൻ റോട്ടിലേക്ക് നമ്മൾ ഇറക്കും. 1,20,000 കോടി രൂപ ഇവിടെ ചെലവാക്കുന്ന പിണറായി അവകാശവാദം നടത്തി നടക്കുന്നത്. ആകെ 3,000 കോടി റുപ്യാണ് ഈ നാട്ടിലെ ഈ 1.5 കോടി ജനങ്ങളുടെ എന്താ പറയാ ജീവൻ രക്ഷിക്കാൻ വേണ്ടത്. 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവഴിച്ചാൽ ഒരു മൃഗത്തിന്, ഒരു ആനക്കും, ഒരു കടുവക്കും, ഒരു എന്താ പറയാ കാട്ടുപൂച്ചക്ക് കൂടി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല. മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കണ്ടേ? ഓല് വനവൽക്കരണം നടത്തിക്കോട്ടെ, ഓക്സിജൻ ഉണ്ടായിക്കോട്ടെ, ഈ പറയുന്ന കാർബൺ ഫണ്ട് അടിച്ചു മാറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. കാർബൺ ഫണ്ട് മുഴുവൻ അടിച്ചു മാറ്റുകയും അതിന് എന്താ പറയാ ആ ഫണ്ടിൽ 100 രൂപ പോലും ഈ വനമേഖലയിൽ ഉപയോഗിക്കാതെ നിന്നിട്ട് മനുഷ്യനെ നിർബന്ധിത എന്താ പറയാ എവിക്ഷൻ, ഇറങ്ങിപ്പോക്കിന് വിധേയരാക്കുന്ന ഈ ഒരു രീതി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. അതിവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. അത് നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ, എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധിക സ്ഥലത്ത് എത്തേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഇന്ന് മണ്ഡലത്തിലല്ലല്ലോ, അജ്ഞാത കേന്ദ്രത്തിൽ എന്താ പറഞ്ഞിരുന്നു, വാട്ട് എവർ ഇറ്റ് മേ ബി. ഞാനില്ലല്ലോ. ഞാൻ ഇന്നലെ വൈകുന്നേരം 9 മണിക്ക് മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കാണുമോ? അല്ല, ഇനി മണ്ഡലത്തേക്ക് പോകും. മണ്ഡലത്തിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പോകും, വീണ്ടും അകത്തേക്ക് വരും. നമ്മൾ പലരെയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഒരാളെ പേര് ചോദിച്ചാൽ കണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. അതങ്ങനെ പലരെയും കാണുന്നു. ഇവരൊക്കെ പിന്നെ ഇപ്പോ പേപ്പറൊന്നുമില്ല. പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ സ്വകാര്യമൊന്നുമില്ല. നാട് നീളെ നമ്മളെ ബോർഡ് കീറിക്കൊണ്ടിരിക്കുക. കീറിക്കോട്ടെ. അതില് പിന്നെ വിശ്വകർമ്മന്റെ ഒരു ഒറിജിനൽ ടീം ഈ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കുറെ ദിവസമായിട്ട്. ഏതിന്റെ? പട്ടികജാതി ക്രിസ്ത്യൻ. വിശ്വകർമ്മയല്ല, ഇത് മറ്റവരാണല്ലോ. അപ്പം ഇങ്ങനെ പലരും നമുക്ക് പിന്തുണ നൽകി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഇതിന്റെ വസ്തുതകൾ. കുറെ കാലം പി വി അൻവറിനെ വർഗീയവാദിയാക്കാൻ നോക്കി തുടക്കത്തിൽ, അത് പരാജയപ്പെട്ടു. ഇപ്പൊ ജൂദാസ് ആക്കാനുള്ള ശ്രമമാണ്, അതും പരാജയപ്പെട്ടു. ഇനിയിപ്പോ ഈ 23-ാം തീയതി കഴിഞ്ഞാൽ ഏത് വാക്കാണ് അവര് ഉപയോഗിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. എന്തൊക്കെ അവർ ഉപയോഗിച്ചാലും എന്തൊക്കെ അവർ പറഞ്ഞാലും ഒരു സത്യം ഇവിടെ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് പിണറായിസത്തിനെതിരെയുള്ള ഒരു എന്താ പറയുക ആളുകളുടെ ഒരു പൊതുവികാരമാണ്. ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ നശിച്ച ഗവൺമെന്റ്, ദുഷിച്ച ഗവൺമെന്റ്, ഏറ്റവും ദുരിതം പേറിയ ഗവൺമെന്റ് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളെടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടവർ അതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുന്നു. 75,000-ൽ കുറയാത്ത വോട്ട് മനുഷ്യർ പി വി അൻവർ എന്ന നാമത്തിന് നേരെ ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും. എങ്ങനെ രണ്ടാം സ്ഥാനം മീൻസ് അതാരായാലും എന്താ? ഒന്നാമന്റെ കാര്യം രണ്ടാമത്തെ പിന്നെ നമ്മൾ ആരെയും ഓർക്കലുണ്ടോ? പിന്നെ 3 ആരെന്ന് അന്വേഷിക്കുമോ? അതിലൊരു കാര്യമില്ല. ജനാധിപത്യത്തിൽ ജയിച്ചു, തോറ്റവനൊക്കെ ഒരേ കാറ്റഗറിയിലാണ്. അതാരും മൈൻഡ് ചെയ്യില്ല. എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ നിങ്ങളൊരു 10 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ്, 3 ടേമിന് മുമ്പ് മത്സരിച്ച് ജയിച്ച് നിൽക്കുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങളുടെ എതിരാളി എന്ന് ആരാ മത്സരിച്ച് ചോദിച്ചാൽ ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ആലോചിക്കേണ്ടി വരും. അതിലൊന്നും ഒരു പ്രസക്തി ഇല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാമനെ. അല്ല, വോട്ട് നിങ്ങൾ കുറെ വീഡിയോ എടുത്തില്ലേ? എന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അവസ്ഥ സത്യം പറയാൻ പാടില്ല. അതെ, അങ്ങനെ തന്നെയാണ്. ഇല്ലല്ലോ, ഒറ്റ പ്രസിഡന്റ് അല്ലല്ലോ. ഒരു വാർഡ് മെമ്പറാണല്ലേ കേട്ടി? നമ്മളെ കൂടെ ആകെ ഒരു വാർഡ് മെമ്പർ അല്ലേ? ഈ
വരാൻ കഴിയില്ലെന്ന്. പക്ഷെ ആയിരക്കണക്കിന് വാർഡ് മെമ്പർമാരും എന്താ പറയാ 10,000-കണക്കിന് പാർട്ടി സഖാക്കളും ഈ നാട് ഒട്ടാകുണ്ട്. കാണൂല. ആ സ്ലീപ്പർ സെല്ലുകൾ എന്തായാലും സ്ലീപ്പ് ചെയ്യണോ ഉണരുമല്ലോ. ആ ഉണരുന്ന എപ്പോഴാ? ഉറക്കത്തിലാണല്ലോ, മരിച്ചു പോയിട്ടില്ലല്ലോ, ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരാ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഡേയിൽ ഇന്ന് മാത്രമല്ല 26-ലും ഉണർന്ന് എണീക്കും. അല്ല അങ്ങനെയൊന്നും പറയാം. അൻവർ എന്ന് പറഞ്ഞ ശിശുവല്ല, എന്തായാലും പറയാം. എന്തോ സാധനം പറഞ്ഞു ഒറ്റയാള് കേട്ടിട്ടില്ല. അത് വിട്ടേക്ക്. ഇന്നിപ്പോ രാത്രി ശരിയാക്കാനാ, കുട്ടികൾക്ക് വാര വെക്കാനാ. നമുക്ക് നോക്കാന്നേ. CPM-ൽ നിന്ന് 35 to 40% നിങ്ങൾ എഴുതി വെച്ചോ. UDF-ലെ 2 വിഭാഗത്തിൽ നിന്നും 25-ൽ കുറയാത്ത വോട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് 35,000 വോട്ടിന് മേലെ സ്വരാജ് കയറില്ല. 45,000 വോട്ടിലേക്ക് ഷൗക്കത്ത് എത്തിയാൽ അവന്റെ ഭാഗ്യം. അതിനുള്ള സാധ്യത. കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും. ഇപ്പൊ മിനിയാന്ന് 4 ആള് പ്രകടനം നടത്തിയപ്പോഴാണ് അൻവറിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുവരെ നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത്? നിങ്ങൾ ഈ കാണുന്നതും നിങ്ങൾ ഈ വിചാരിക്കുന്നതും നിങ്ങൾ ഈ സംസാരിക്കുന്നതും അല്ല നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സ്. എത്തല്ല. എങ്ങനെ തന്നെ അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെയും കൂട്ടാന്ന്. അതൊക്കെ നിങ്ങൾ ഗുണഘോഷം. ഞാൻ മാത്സിൽ വളരെ മോശമാണ്, എനിക്ക് കണക്ക് അങ്ങനെ പെട്ടെന്ന് പിടിയിട്ടില്ല. തീർച്ചയായിട്ടും ഓൾ ഓവർ കേരള, നോട്ട് ഓൺലി ഇൻ നിലമ്പൂർ, ഓൾ ഓവർ കേരള. ആ പൊളിറ്റിക്സ് ഞാൻ പറയുന്നത്. ആ പൊളിറ്റിക്സ് തിരിച്ചറിയാൻ UDF-ന്റെ ലീഡർഷിപ്പിന് സാധിക്കണം. അതിന്റെ ഒരു എവിഡന്റ്. കാരണം ഞാൻ മാസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യ. അതിന്റെ ഒരു എവിഡൻസ് ആയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ മത്സരിക്കാൻ ഉദ്ദേശിച്ചല്ലോ. ദൈവം നിയോഗിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ വാതിലടച്ചിട്ട്. ഇല്ല, മാറ്റല്ല. 75,000 മിനിമം എന്ന് പറഞ്ഞാൽ മാക്സിമം അവിടെ കിടക്കുന്നുണ്ടല്ലോ. അത് അതിശയോക്തിപരമെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളൊക്കെ ഇപ്പൊ വിചാരിക്കുന്നത് എന്താ, എവിടുന്ന് കിട്ടാൻ? ജനം ഒരു വേറെ സ്റ്റൈലിലേക്ക് ചിന്തിച്ചു. അത് അവരുടെ അനുഭവമാണ്. 7 മണിക്ക് വാതിലടച്ച് കടയടച്ച് വീട്ടിലേക്ക് പോകേണ്ട കച്ചവടക്കാരാണ് ഈ നാട്ടിലുള്ളത്. നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്വരാജ് സെക്കൻഡ് ഷോക്കൊക്കെ പോകുന്നുണ്ടാവും. കാരണം പുള്ളി ഇപ്പൊ ടൗണിൽ താമസിക്കുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയിലല്ലാതെ 7 പഞ്ചായത്തിലെ ജനങ്ങൾ ഒരു സെക്കൻഡ് ഷോക്ക് പോയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. കാരണം എന്താ? തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ജാഥ നയിക്കുകയാണ് ഇവിടെ പന്നികള്. കഴിഞ്ഞ അസംബ്ലിയിൽ ഒരു വർഷം മുമ്പ് വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവര് പഠനം നടത്തിയ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ എത്ര പന്നികളുണ്ട് കൊടുത്ത കണക്ക് എത്ര അറിയാം നിങ്ങൾ? 2,000 പന്നി. 2,000 പന്നി. അന്ന് രാജു മിനിസ്റ്ററാണ് ഫോറസ്റ്റ്. ഞാൻ പറഞ്ഞു 2 വാഗൺ നിലമ്പൂരിലേക്ക് വിടാൻ പറഞ്ഞു. ഒരു 50,000 പന്നിയാ ഞാൻ കയറ്റി തരാന്ന് പറഞ്ഞു. കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ഇവിടെ ഈ 1 കിലോമീറ്ററിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടെ 200 പന്നി ഉണ്ടാവും ഒരു 25 ഏക്കറിന്റെ ഉള്ളിൽ. എന്നിട്ടാണ് ഇവരെ കൊടുക്കുന്ന കണക്ക് ഏത് 2,000. ഇവിടെ മുമ്പ് ഇവിടെയൊക്കെ തോക്കുണ്ടായിരുന്നു. എല്ലാ കർഷകർക്കും ലൈസൻസ്ഡ് തോക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ആ തോക്ക് ഒരാൾക്കും ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല. ആ തോക്ക് കൊടുക്കുന്നതിനെ വന്യമൃഗത്തെ വെടിവെക്കാൻ ആക്രമിച്ചാല്. അപ്പൊ ഓരോ ഘട്ടത്തിലും ആളുകളെ ഈ പറയുന്ന വന്യമൃഗ ആക്രമണത്തിലേക്ക് തള്ളിവിടുകയാണ്. എന്നിട്ട് നിർബന്ധിതാവസ്ഥയിൽ ഇറങ്ങി വരണം. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ചിത്രം. ജയിച്ചു കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? എന്നെ ജയിപ്പിച്ച ജനങ്ങളും എന്നെ സഹായിച്ച സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ഒക്കെ ആലോചിച്ചിട്ട് ഒരു കൃത്യമായ ആലോചനയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ ജയിച്ചു ഞാൻ നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ചർച്ചകൾ നടത്തിയിട്ട് ഇത് എങ്ങനെ ഈ വിഷയത്തെ കൊണ്ടുപോകണം, എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യിപ്പിക്കണം, ആരിതിനെ അഡ്രസ്സ് ചെയ്യും, ആ അഡ്രസ്സ് ചെയ്യുന്ന മുന്നണിയോ പാർട്ടിയോ ആയാൽ അവർ സിൻസിയറായിട്ട് നിൽക്കുമോ? അത് നിൽക്കണമെങ്കിൽ എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്, അവരെന്താ, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.
അല്ല ഇപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഞാൻ മനുഷ്യരെ കാണാൻ പോവുകയാണ്. എനിക്ക് പ്രകാശിന്റെ കുടുംബം മനുഷ്യവർഗത്തിൽ പെട്ടതല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. എന്നോടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുമല്ലോ. നിങ്ങൾ ആരും ചോദിച്ചു കേട്ടില്ലല്ലോ. ഞാൻ മനുഷ്യരെ പരമാവധി മനുഷ്യരെ കാണാൻ നടക്കുകയാണെന്നാണ് കേട്ടി. ഏതിലപ്പോ കണ്ടത്? നീ കാണിച്ചപ്പോ ഏഷ്യാനെറ്റോ എല്ലാ ചാനലും ഉണ്ട്. നിങ്ങൾക്ക് ആരും തിരിച്ചു ചോദിച്ചായിട്ട് ഞാൻ കണ്ടില്ല. സ്വരാജ് സ്ഥാനാർത്ഥി ഈ ക്യാൻ ഗോ ഇനിയാവും. അതിനെന്താ കുഴപ്പം? അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ല അതപ്പോ ഞാൻ പറഞ്ഞ അരുൺ ശ്രദ്ധിച്ചില്ല. നമ്മളെ സഹായിച്ചവരും ഈ രാഷ്ട്രീയത്തോട്, ഞാൻ പറയുന്ന രാഷ്ട്രീയത്തോട് യോജിക്കുന്ന 103ഓളം കർഷക സംഘടനകൾ ഇവിടെ ഉണ്ട്. അത് പരമപ്രധാനമാണ്. സാമൂഹിക സംഘടനകളുണ്ട്, സാമുദായിക സംഘടനകളുണ്ട്, അല്ലാത്തവരുണ്ട്. ഈ ലീഡർഷിപ്പും അവർ അണികളുമായി നല്ലൊരു കൂടിയാലോചന നടത്തിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കും. പരാജയപ്പെട്ടാൽ വീട്ടിൽ പോകും. ഞാൻ അവിടെ ഉണ്ടാവും. അത് ശരി. എത്ര പരാജയം. ഞാൻ ഇപ്പൊ ഈ എന്താ പറയാ, 2011 ഏറനാട്, 2014 പാർലമെന്റ് വയനാട്, 2016 ഈ പറയുന്ന നിലമ്പൂര്, അതിൽ ജയിച്ചു. ഇത് രണ്ടും തോറ്റു. പിന്നെ 19 പൊന്നാനി, അവിടെ തോറ്റു. പിന്നെ 21 നിലമ്പൂര്, അവിടെ ജയിച്ചു. അത് കഴിഞ്ഞ് ചേലക്കര, ഞാൻ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ രൂപത്തിൽ തന്നെ അവിടെ നിന്നില്ല, അവിടെ ഞാൻ തോറ്റു. അപ്പൊ 7 തെരഞ്ഞെടുപ്പ് പോയി. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന ആരും കരുതണ്ട. നമ്മളീ പോരാട്ടം തുടരും, നല്ല പോരാട്ടം തുടരും. ഈ ശരീരത്തിനൊരു കുഴപ്പമില്ല, നടക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ എല്ലാ ശക്തി ഉപയോഗിച്ച് ഇനിയും പോരാട്ടം തുടരും. പിണറായിസത്തിനെതിരെ തന്നെയാണ് എന്റെ വോട്ട്. ഒരു ചുക്കും ആവില്ല. ഞാൻ പിടിച്ചിരിക്കുന്ന വോട്ട് ആന്റി പിണറായിസ് ആണ്. അവരും പിടിച്ചിരിക്കുന്ന വോട്ട് സെമി ആന്റി പിണറായിസ് ആണ്. ആ സെമി ആന്റി പിണറായിസും ഫുൾ ആന്റി പിണറായിസും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വോട്ട് ഉണ്ടല്ലോ, കണക്ക് കിട്ടുമല്ലോ. എനിക്ക് കണക്കറിയുന്നെങ്കിൽ നിങ്ങൾക്ക് കണക്കറിയല്ലോ. ആ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ മൊത്തമുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഷൗക്കത്തിനെ പിന്തുണക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം, ആത്മാർത്ഥമായി പറയാണ്, ഞാനടക്കം ഷൗക്കത്തിനെ പിന്തുണച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്തായി? എവിടെ പോയി ആന്റി പിണറായിസും? എവിടെ പോയി ആന്റി ഇൻകംബൻസി? തകർന്ന് തരിപ്പണായില്ലേ? അതോട് കൂടിയിട്ട് പുതിയ കിരീടം വെച്ചിട്ട് പിണറായിക്ക് ജയിലല്ല ഇവിടെ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പിടിക്കുന്ന വോട്ടും ഈ പറയുന്ന UDF വോട്ടും അത് രണ്ടും ആന്റി പിണറായിയാണ്. ഒന്ന് സെമി ആന്റി പിണറായിയാണ്, ഒന്ന് ഫുൾ ആന്റി പിണറായിയാണ്. അതാണ് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം. അതാണ് രാഷ്ട്രീയം ഇവിടെ വരാൻ പോണത്. പിന്നെ ഞാൻ ഇത്ര പോരാട്ടം ഒറ്റയ്ക്ക് നടത്തി, എന്നൊക്കെ മുന്നണി ഉണ്ടായിട്ടില്ല. 11 മത്സരിക്കും, ഒറ്റയ്ക്ക് മത്സരിച്ചു. 14 ഒരു പാർലമെന്റില് അന്ന് ബഹുമാനപ്പെട്ട സഖാവ് കൊടിയേരി സഖാവിനോട് പിന്മാറാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞു. അന്ന് സഖാവ് എന്നോട് പറഞ്ഞ വാക്കിപ്പോഴുമുണ്ട്, അൻവർ നിങ്ങൾ നിലമ്പൂര്, ഏറനാട്, വണ്ടൂര്, തിരുവമ്പാടിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആ മാനന്തവാടി 300 കിലോമീറ്ററാണ്, കുട്ട കർണാടകത്തിലാണ്. അപ്പോഴേ പറഞ്ഞു, സഖാവെ ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോരാടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ മുന്നണി ഇല്ലാതെ വെച്ചിട്ട് ചെന്നപ്പോ നാട് വിടാൻ പറ്റുമോ? നിലമ്പൂരിൽ കോൺഗ്രസ് തോറ്റല്ലോ. നിലമ്പൂരിൽ കോൺഗ്രസ് തോൽക്കുന്നില്ലല്ലോ. അവിടെ നിങ്ങൾക്ക് തെറ്റുന്നത്. കോൺഗ്രസ് അതിശക്താണ് നിലമ്പൂരിൽ. അവിടെ തോൽക്കുന്നത് ഈ പറയുന്ന ഷൗക്കത്താണ്. കോൺഗ്രസോ UDF നിലമ്പൂരിൽ പരാജയപ്പെടുന്നില്ല. അവിടെ പരാജയപ്പെടുന്നത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് വിരുദ്ധരായിട്ട് ആ നാട്ടിൽ നിൽക്കുന്നത്. പിണറായിയേക്കാൾ ആളുകൾ വെറുക്കുന്നു ഷൗക്കത്തിനെ, പലരും. അതുകൊണ്ടാണല്ലോ പിണറായിസം അവിടെ നിൽക്കുമ്പോഴും ഷൗക്കത്തിനെ കൊണ്ടുള്ള വിരോധം കൊണ്ട് ആ പിണറായിസത്തിന് എതിരെയുള്ള വോട്ട് പോകുന്നത്. അവിടെയാണ് പ്രശ്നം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂ ഇൻ നിലമ്പൂർ. അതൊന്നും ഇപ്പം നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല. നിലമ്പൂർക്കാരായ പത്രമാധ്യമ പ്രവർത്തകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അവർക്കത് മിണ്ടാനും പറ്റില്ല. ഇതാണ് ഇതിന്റെ വസ്തുത. അവസാനിപ്പിക്കുക. ഓക്കെ. ഒരെത്തിയോ നമ്മളെ വിശ്വകർമ്മയുടെ ആളുകളെ ഇന്നിപ്പം ഇന്നലെ ആരോ ഒരു പത്രസമ്മേളനം നടത്തി. അവരാണ് യഥാർത്ഥം എന്ന് പറയുന്നത്. ഇവർ കുറെ ദിവസമായിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ ആരും ഇപ്പോൾ ഇവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവര് ഒരു 2 മിനിറ്റ് അവരുടെ കാര്യം ഒന്ന് പറഞ്ഞു. ആ ക്യാമറ ലാശം നീക്കി കൊടുക്കുവാനെ ഒന്ന് കയറാൻ പ്രായമുള്ള ആൾക്കാരാണ്. വിട്ടുവീഴ്ച ചെയ്യൂ.
ഇങ്ങോട്ടിരിക്കാം. അതെ അതെ, അത് നിങ്ങൾ പരിശോധിക്കണം, എനിക്കതിനെ പറ്റി അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരാൾക്ക് ഇരിക്കാം, രണ്ടാൾക്ക് നിൽക്കാം, കാരണം ഒരാരൊക്കെ ഇരുന്നോളൂ. നിൽക്കാം, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരു ഫിനിഷ് ടൈം കളയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പറയാനുള്ളത്. ആരാണ് എന്താണ് ആദ്യം നിങ്ങൾ സെൽഫി ഇൻട്രോഡ്യൂസ്. സോറി, സംഘടനകളുടെ ഏകോപന സമിതിയാണ്, അതിൻ്റെ ചെയർമാനാണ്. അതിൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ്. അദ്ദേഹം ജയചന്ദ്രൻ ചെങ്ങന്നൂരാണ്. ഐക്യവേദിയുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹം സുരേഷ് നിലമ്പൂർ, അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലുള്ള ഐക്യവേദിയുടെ കൺവീനറാണ്. ഇന്നലെ ഒരു പത്രപ്രസ്ഥാനം വന്നു എന്നുകൊണ്ടാണ് ഞാൻ ആകെ പറഞ്ഞു വന്നത്. ഇവിടെ 12,000 വോട്ടുകൾ വിശ്വകർമ്മ സമുദായത്തിനുണ്ട്. അതിൽ 10 വോട്ട് പോലും തികച്ചു പിടിക്കാനോ ഈ നാട്ടിൽ ഒരാളെ കാണിച്ചു കൊടുക്കാനോ പറ്റാത്ത ആളുകളാണ് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ശ്രീ വി ഡി സതീശൻ്റെ ഒത്താശയോടുകൂടി ഇവിടെ വന്ന് പത്രപ്രസംഗം നടത്തിയത്. അവർക്കൂടെ ഒരാളെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, അവരവരോട് ഇല്ല. ഞങ്ങളുടെ കൂടെ സംഘടന കൂടിയാണ് ഈ പ്രവർത്തകരല്ല. 2-3 ഒരാഴ്ച ഞങ്ങളിവിടെ ഉണ്ട്. 10-ാം തീയതി ഞായറാഴ്ച വരും, 10 ദിവസം ഇവിടെ ഉണ്ട്. ഈ എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ പോയി ഞങ്ങൾ പ്രവർത്തകരെ കണ്ട് വീട് കണ്ടിട്ടാണ് പോയത്. ഇവിടെയുള്ള ഞങ്ങൾ ഓരോ പ്രവർത്തകർ ഓരോ പഞ്ചായത്തിലും ഞങ്ങൾ പോയി അവരെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല എന്ന് കാണുന്നത്, ഞങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. ആ സമുദായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റി കൂടി ഞങ്ങളുടെ വളരെ പ്രധാനമായിട്ടുള്ള 4 ആവശ്യങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 30-ാം തീയതി 3 മുന്നണികൾക്കും അൻവർ സാറിനും ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വെള്ളക്കടലാസിൻ്റെ വില പോലും ഈ പറയുന്ന 3 മുന്നണികളും കണ്ടില്ല. അവരെല്ലാം കൈപ്പറ്റിയതായി ഓൺലൈനിൽ കിട്ടി, ഞാൻ കണ്ടു. ഞങ്ങൾ തിരിച്ചവരെ ചെന്ന് കാണാൻ പോയി. 3 പേരുടെ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞാണ് അൻവർക്കാരായിട്ട് 3 നേതാക്കന്മാരുടെയും അടുത്ത് പോയി സ്ഥാനാർത്ഥിമാരെയും അവരുടെ നേതാക്കന്മാരെയും കണ്ടു. അവർക്ക് ആർക്കും യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് അൻവർ സാറിനെ കാണുക. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല, അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയാണ്, ഒരു മുന്നണിയൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ പറഞ്ഞ ആവശ്യം അദ്ദേഹത്തെ സമർപ്പിച്ചു. അദ്ദേഹം വായിച്ചു നോക്കി, ഞങ്ങളോട് വരാൻ പറഞ്ഞു. ചെന്ന് ഞങ്ങൾ അരമണിക്കൂർ സംസാരിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിലയില്ലാത്ത, ഒരു പുല്ലുവില പോലും കൽപ്പിക്കാത്ത മറ്റ് മുന്നണികളെ നമുക്ക് വേണ്ട. ജയിച്ചാലും തോറ്റാലും ഞങ്ങളുടെ ആശയങ്ങളും അഭിപ്രായത്തിനും വേണ്ടി ഞങ്ങൾ ആവശ്യത്തിനൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് ഞങ്ങൾ പാലിക്കുന്നു. അതേറ്റുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ 10 ദിവസമായി ഈ മണ്ഡലത്തിൽ ഈ മഴയും കൊണ്ട് ഞങ്ങൾ 8 പേരുടെ ഉണ്ട്. 8 പേര് ഇവിടെ ഉണ്ട്. ഈ പഞ്ചായത്തിൽ മുഴുവനും നമ്മുടെ സ്ഥലങ്ങളിൽ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് 6-1 പത്രപ്രസ്താവന വി ഡി സതീശൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്തിരിക്കുന്നത്. വിശ്വകർമ്മരെല്ലാവരും അത് ആ പറഞ്ഞ ആളാവട്ടെ എവിടെയാ, ഇവിടെ ഒരു വോട്ട് പോലും ഉള്ള ആൾ ഇവിടെ സംഘടനയെ വെക്കില്ല. അതാണ് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വളരെ തത്രപ്പെട്ട് തന്നെ ഞങ്ങളെ കാണേണ്ടി വന്നത്, ചാനലുകാരെ കാണേണ്ടി വന്നത്. ഞങ്ങൾക്ക് ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ കൊണ്ട് നിൽക്കും. ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾ ആരും സഹായിക്കുന്നു അവർ ഞങ്ങൾ തിരിച്ചു സഹായിക്കും. ഇതാണ് ഞങ്ങളുടെ സംഘടനാ പോളിസി. ആരും ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഞങ്ങൾ ആരും സഹായിക്കുന്നു ആ വാക്കിന് ഞങ്ങൾ തിരിച്ചു സഹായിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇന്നും നാളെ ഞങ്ങളിവിടെ ഉണ്ടാവും. പൂർണ്ണമായി കഴിഞ്ഞ 12 ദിവസമായി. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൂടി വേണമല്ലോ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമ്മൾ MLA നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളെ സഹായിക്കുന്ന വിശ്വാസം ഞങ്ങളുണ്ട്. ഇപ്പം എനിക്ക് നിങ്ങളുടെ ചാനലുകാർ പറയുന്നത്, ഇന്നലെ പത്രപ്രസ്താവന നടത്തിയതിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ സുരേഷാണ് അവിടുത്തെ കൺവീനർ. ഇവിടെയുള്ള എല്ലാ പഞ്ചായത്തുമായി ഞങ്ങൾ ബന്ധപ്പെട്ടവരാണ്, എല്ലാ പഞ്ചായത്തും. എൻ്റെ പേര് KK ചന്ദ്രനാണ്. ഞാൻ ചെയർമാൻ വിശ്വകർമ്മ ഐക്യവേദി. ഞങ്ങൾ 16 സംഘടനകൾ ചേർന്ന് ഏകോപന സമിതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 513/2024 രജിസ്റ്റർ ചെയ്ത എല്ലാ കൊച്ചു പല ചർച്ച ഒന്നിച്ച് വരണ്ടല്ലോ എന്ന് നോക്കിയിട്ട് ശബ്ദം ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏകോപന സമിതി. അതിലില്ലാത്ത ഒരാൾ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ആളായിട്ടാണ് വന്നത്. അത് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ 25-ാം തീയതി അവർ അനിൽകുമാറിനെയും ലീഗിൻ്റെ നേതാവ് MLAയും വിളിച്ച് മലപ്പുറത്തൊരു മീറ്റിംഗ് നടത്തി. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന്. 25-ാം തീയതി അത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കച്ചവടം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് മനസ്സിലായത്.
ഇവർക്ക് 4 പേർക്കും കൊടുത്തതിന്റെ തെളിവാണ്. നമ്മളെല്ലാവരും അവരാരും ഇത് സ്വീകരിച്ചില്ല. ടി.വി. അൻവർ സാർ മാത്രമാണ് ഇതിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. കെ ചന്ദ്രൻ മാസ്റ്ററാണ്. വി ഡി സതീശനോട് ഞാൻ പറഞ്ഞില്ല. വി ഡി സതീശൻ അവരെ വിളിച്ചു കൊണ്ടുവന്നാണ് ഈ പത്രസമ്മേളനം നടത്തിയതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവർക്കൊരു ഒറ്റ വാക്ക് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെയിൻ വിൽസൺ. പട്ടികജാതി ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. എൻ്റെ വീട് തിരുവനന്തപുരമാണ്. ഞങ്ങൾ സെക്രട്ടറിയാണ് ഹിന്ദുക്കളുടെ. ഞങ്ങൾ നിൽക്കുന്നത് പറഞ്ഞാൽ ആദിവാസികളുടെയും ഗ്രാമീണരുടെയും കർഷകരുടെയും എല്ലാ ഉന്നമനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. ആ സെയിം പോളിസിയാണ് ഞങ്ങൾ അനുസരിക്കാറുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അതീതമായിട്ട് അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. He's not belonging to only one party, he's belonging to all people, because he did the anti against the pluralism and the unwanted of the police. So he is the good man in the Kerala. ഇദ്ദേഹത്തിനെ പോലെ ഒരു മനുഷ്യനാണ് കേരളം ജനിക്കേണ്ടത്. ഇദ്ദേഹത്തെ പോലെ ഒരാള് ഈ നാട്ടിൽ കേരളത്തിൽ എന്ത് ചരിത്രത്തിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ 4 പാർലമെന്റ് മത്സരിച്ചിട്ട് നേമത്ത് 3 വർഷം മത്സരിച്ച ആളാണ്. ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഇതുപോലൊരു വ്യക്തി കേരളത്തിലില്ല. എബോവ് ദ പൊളിറ്റിക്കൽ ഹി ഷുഡ് വിൻ. അതാണ് ഞങ്ങളെ ആവശ്യം. അത് ഞങ്ങളെ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഞങ്ങൾക്ക് 10-200 വോട്ടുകളെ ഉള്ളൂ പള്ളിക്കാരൻ. അത് ഞങ്ങൾ വിൽ ഡു ഇറ്റ് ഫോർ ദാറ്റ്. Mr. Sadish, Chief of Secretary. Thank you very much. സ്ഥാനാർത്ഥികൾക്ക് ശക്തിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ പോളിസി ഉള്ളത് ഞങ്ങളെ അടിസ്ഥാന വർഗത്തിന്റെ നേതാവാണ്. യഥാർത്ഥ മത്സരം യഥാർത്ഥ മത്സരം പുലിയും പൂച്ചക്കുട്ടിയുമായിട്ടാണ്. ഈ കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം പുലിക്കുട്ടിയാണ്. ബാക്കിയുള്ള പൂച്ചക്കുട്ടികളാണ്. പുലിയും പൂച്ചക്കുട്ടികളുമായിട്ടുള്ള മത്സരം. പുലി ഇവിടെ ജയിക്കുമെന്നാണ് ജയിച്ചു കഴിഞ്ഞു.